രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഗുരുതര പരാതിയാണെന്നും ബലാത്സംഗ കേസ് എടുക്കണമെന്നും പോലീസ് അറിയിച്ചു. പുതിയ പരാതി SIT തന്നെ അന്വേഷിക്കും. പരാതിക്കാരിയെ കണ്ടെത്തി മൊഴിയെടുക്കും. KPCC അധ്യക്ഷന് കൈമാറിയ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത് പറയും. രാഹുലിനെതിരെ വീണ്ടും ഒരു പരാതി, ബലാത്സംഗ കുറ്റം ആണ്. ആ പരാതി കൂടി വന്നിരിക്കുകയാണ്. പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്യും. ഉടൻ പരാതിക്കാരിയെ കണ്ടെത്തുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷന് ബാംഗ്ലൂർ സ്വദേശിയായ യുവതി ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരിക്കുന്നു. ആ പരാതിയാണ് സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയത്, കൈമാറിയത്. പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കും. നിലവിൽ ഇത് കേസ് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായിട്ടുള്ള കേസാണ് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ബലാത്സംഗ കുറ്റത്തിന് കേസെടുക്കാനും പോലീസിന്റെ നിർദ്ദേശം ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുതര സ്വഭാവമുള്ള കേസ് എന്ന് തന്നെയാണ് പോലീസും വിലയിരുത്തുന്നത്. അതായത് രണ്ടാമതൊരു കേസ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത്. ബലാത്സംഗ കുറ്റത്തിന് വീണ്ടും ഒരു കേസിൽ കൂടി രാഹുൽ മാങ്കൂട്ടം പ്രതിയാകുന്നു. ഈ കേസും പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അന്വേഷിക്കുക. ഇതോടൊപ്പം തന്നെ ആദ്യത്തെ പരാതിക്കാരിയുടെ കേസ് അന്വേഷിക്കുന്നതോടൊപ്പം ഈ കേസും അന്വേഷിക്കും. നിലവിലെ ബാംഗ്ലൂർ സ്വദേശിയായ 23-കാരിയെ കണ്ടെത്താനുള്ള നീക്കങ്ങളും അവരെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു പരാതി തനിക്ക് ഉണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം MLA-യുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമം, ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുണ്ടാകുന്ന പ്രവൃത്തി, അതോടൊപ്പം തന്നെ ഗർഭിണിയാവാൻ നിർബന്ധിക്കൽ തുടങ്ങിയ വിവിധ പരാതികൾ ഉന്നയിച്ചുകൊണ്ടൊരു ഇമെയിൽ പരാതി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് നൽകുന്നത്. ആ സണ്ണി ജോസഫ് ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്തു. ഈ പരാതിയാണ് ഇപ്പോൾ പോലീസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്താൻ ആരംഭിക്കുന്നത്. പരാതിക്കാരിയുടെ ബോഡി രേഖപ്പെടുത്തിയാൽ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ ആദ്യത്തെ പരാതിയോടൊപ്പം, നിലവിൽ അതിജീവിതയുടെ പരാതിയോടൊപ്പം രണ്ടാമത്തെ കേസും അന്വേഷിക്കും. ഇതോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടം കൂടുതൽ പ്രതിരോധത്തിലാകുന്ന നിലയിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെ വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. രാഹുലിനെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും രാഹുലിന്റെ മുൻകൂർ ജാമ്യം സംബന്ധിച്ചുള്ള പരിഗണനയിൽ കോടതിയിലെ ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വീണ്ടും സമാന സ്വഭാവമുള്ള, ആദ്യത്തെ പരാതിയിൽ പറയുന്ന തരത്തിലുള്ള സമാന സ്വഭാവമുള്ള മറ്റൊരു കേസ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറെടുക്കുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേക അന്വേഷണ സംഘവും തന്നെയാണ് ഈ കേസും അന്വേഷിക്കുന്നത്. പരാതിക്കാരിയായ ബാംഗ്ലൂർ സ്വദേശിയെ കണ്ടെത്തുകയും അവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന പോലീസ് മേധാവി കൈമാറിയ പരാതിയാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. തുടർന്നായിരിക്കും മൊഴിയെടുക്കൽ നടപടികൾ അടക്കം അതിലേക്കടക്കം പോലീസ് വീണ്ടും ശാലിയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഐസൺ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇത്രയൊക്കെ ആയിട്ടും ഇതുവരെ രാഹുലിനെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തമായ ഉത്തരം നൽകാൻ കോൺഗ്രസിന് സാധിക്കുമോ? ആ ചോദ്യമുണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ പുതിയ പരാതി വരുന്നു. 23-കാരിയുടെ പരാതി വായിച്ചാൽ അല്പം ഒന്ന് കണ്ണീര് പൊഴിക്കാതെ ആ പരാതി മുഴുവൻ വായിച്ച് തീരാൻ ആർക്കും സാധിക്കില്ല. കഠിന ഹൃദയമുള്ളവർക്ക് പോലും ആ പരാതി ഒന്ന് മുഴുപ്പിക്കാൻ സാധിക്കില്ല. അത്രയധികം ക്രൂരതയാണ് ആ പെൺകുട്ടിയോട്, ആ പുതിയ പരാതിക്കാരിയോട് രാഹുൽ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും രാഹുലിനെ സംരക്ഷിക്കുന്ന ചില പരാമർശങ്ങൾ അങ്ങിങ്ങായി വന്നിരുന്നു, പ്രത്യേകിച്ച് അടൂർ പ്രകാശിനെ പോലെയുള്ളവരിൽ നിന്ന്. പക്ഷേ ഇന്ന് K. മുരളീധരൻ്റെ വാക്കുകൾ കടമെടുത്താൽ പുകഞ്ഞ കൊള്ളി പുറത്ത്, മതിൽ ചാടാൻ രാഹുലിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല, പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. ഇതൊക്കെ നൽകുന്നൊരു സൂചന എന്താണ്? നാണം കെട്ട് ഒടുവിൽ രാഹുലിനെതിരെ നടപടിക്ക് തയ്യാറാവുകയാണ്. ഐസൺ പറയൂ, എത്രത്തോളം പ്രതിരോധത്തിലാണ് കോൺഗ്രസ്? ശ്യാം, തീർച്ചയായും വലിയ പ്രതിരോധത്തിലാണ് കോൺഗ്രസ് എന്ന കാര്യം തർക്കമില്ല. നമുക്കറിയാവുന്നതാണ് കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിന് പല മാനങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതിൽ പല മാനങ്ങളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്ക് പുറത്തു വന്ന പല വിഷയങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായും അതുപോലെ SDPI ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള സംഘടനകളുമായി സഹകരിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുന്നതിനും ഒക്കെയുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന് നമ്മൾ വാർത്തകളിലെല്ലാം തന്നെ കണ്ടതാണ്. ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ച അല്ലെങ്കിൽ ആ സാധ്യതകളെല്ലാം തന്നെ പ്രായോഗികമായി നടപ്പാക്കിയ രണ്ട് പേരാണ് ഇപ്പോൾ എതിർപക്ഷത്തുള്ളത്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പരിശോധിച്ചാലും ഷാഫി പറമ്പലിൻ്റെ വിഷയം പരിശോധിച്ചാലും ഇത്തരത്തിലുള്ള വോട്ട് ബാങ്ക് കൺസോൾട്ടേഷൻസ് കൃത്യമായി നടത്തിയിരുന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. അവർ അതുപോലെ തന്നെയാണ്, നമുക്കറിയാവുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി പ്രകടനം നടത്തിയത് കോൺഗ്രസ് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് മുൻപ് ആഹ്ലാദ പ്രകടനം നടത്തിയത് SDPI ആണ് എന്ന വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു.